ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അത് ഞങ്ങൾ മുന്തിരിയാണ് കേട്ടോ. അത് നല്ല ബ്ലാക്ക് കളറിലുള്ള സീഡ്ലെസ് മുന്തിരി. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട്. ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. വേറെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു, അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ്. നന്നായിട്ട് നമ്മൾ ഉപ്പിട്ട് ആദ്യം കഴുകണം. കഴുകി കഴിഞ്ഞതിന് ശേഷം മാത്രം കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ മുന്തിരി എടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഇതൊക്കെ ഒരു വെളുത്ത പൊടി മാതിരിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അതൊക്കെ പിന്നെ ഞാനിതിപ്പോൾ കടുമാങ്ങയുടെ പറ്റിയാണ് ഞാൻ പറയണത്. കടുമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത്. അതായത് ഇപ്പോൾ വെറുതെ ഉപ്പ് ആദ്യം ഇത് ഉപ്പിടുക, ലെയറായിട്ട് മാങ്ങ നല്ലോണം കഴുകി തുടച്ച് ഇട്ട് വേണം തണ്ടോട് കൂടി തന്നെ അകത്ത് കൊണ്ടുവന്നിട്ട് കഴുകണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചൊന നമ്മുടെ പാത്രത്തിലേക്ക് വീഴണം. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ മാങ്ങ കേട്ടോ. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം എടുക്കണം. ആ വെള്ളത്തിൽ വേണം നമ്മൾ മുളക് പൊടിയും കായപ്പൊടി, കായം, ഉലുവ പൊടിച്ചത്, കൂടുതലും കടുക് പൊടിച്ചതാണ് വേണ്ടത് കേട്ടോ. കടുക് പൊടിച്ചത്, പിന്നെ മുളക് പൊടി ആവശ്യത്തിന്, കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിൽ മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുപ്പിയിൽ നമ്മൾ എന്ത് പാത്രം എടുത്താലും, സ്പൂണാണെങ്കിലും എന്തെടുത്താലും അതിലൊന്നും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അങ്ങനെയാകുമ്പോൾ പൂപ്പൽ വരും. അതല്ല, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും ഇത് കേടുവരാതെ അങ്ങനെ ഇരിക്കും. ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല പാകമായിട്ടിരിക്കും, നല്ല അടിപൊളി. ഒരു കടുമാങ്ങയുടെ ഒരു ഇത് മതി നമുക്ക് ചോറിനാണെങ്കിലും കഞ്ഞി കുടിക്കാനാണെങ്കിലും ഒക്കെ. ആ വെള്ളം നമ്മൾ ഊറ്റി കൊടുത്തിട്ട് അതിലാണ് നമ്മൾ മുളക് പൊടിയൊക്കെ കലക്കണേ കേട്ടോ. വെള്ളം തികഞ്ഞില്ലെങ്കിൽ കട്ടയാവുകയാണെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം. ഞാൻ തിളപ്പിച്ചാറ്റി വെച്ച വെള്ളമുണ്ട് കുറച്ച്, മിക്കവാറും തികയില്ല. അപ്പോൾ ഇത് ഈ കളറ് വരണം കേട്ടോ. മഞ്ഞ കളറായാൽ നമുക്ക് എടുക്കാം. ഒരാഴ്ച വേണ്ട, അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഈ കളറ് കിട്ടും. നമുക്ക് മാങ്ങയ്ക്ക് നിറച്ച് ചുളിവ് ഇങ്ങനെ വരും കേട്ടോ. ഉപ്പിട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇടരുത് ഒരിക്കലും. അപ്പോൾ ഉപ്പ് മാങ്ങയുടെ ടേസ്റ്റാണ് വരിക, മാങ്ങയ്ക്ക് ടേസ്റ്റും ഇല്ല. നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഞാൻ ഇന്നാളൊരു പിന്നെ ഫേമസ് ഇതാണ് കോമള എന്ന് പറഞ്ഞിട്ടൊരു കടുമാങ്ങ വാങ്ങിച്ച് നോക്കിയിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഉപ്പുമാങ്ങയുടെ ടേസ്റ്റായിരുന്നു അതിന്. അതാവുമ്പോൾ കടുമാങ്ങയുടെ ടേസ്റ്റ് കിട്ടില്ല. കടുമാങ്ങയ്ക്ക് നല്ല ചൊനയുള്ള മാങ്ങ വേണം ഒന്നാമത്. ഇതെൻ്റെ പറമ്പിൽ ഉള്ളതാട്ടോ. രണ്ടാമത് നമ്മൾ വെള്ളമയം ഒട്ടും ഉണ്ടാവാൻ പാടില്ല, മാങ്ങയിലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ സ്പൂണിലോ നമ്മുടെ കയ്യിലോ ഒന്നിലും നമ്മൾ കൈ കൊണ്ട് തൊടാനേ പാടില്ല. എല്ലാ സ്പൂൺ കൊണ്ട് തന്നെയാണ് ഞാൻ ഇളക്കുന്നതൊക്കെ. അതിലൊന്നിലും വെള്ളമയം പാടില്ല. അപ്പോൾ അത് പൂപ്പൽ എന്ന് പറഞ്ഞ സാധനമേ വരില്ല. ഉപ്പ് ആവശ്യത്തിനിട്ട് നമ്മൾ ലെയറായിട്ട് ഇട്ടിട്ടാണ് നമ്മളിത് മാങ്ങ ഇട്ട് വയ്ക്കുന്നത്. അല്ലാതെ അതിൽ വെള്ളം ഒഴിക്കുന്നേ ഇല്ല. ഇത് കടുക് പൊടിച്ചതാണ് കേട്ടോ. കടുക് പൊടിച്ചത്, കായം, ഉലുവ പൊടിച്ചത്. ചിലർ കടുക് മാത്രമേ ഇടുള്ളൂ. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നല്ലോണം കടുക് ഇട്ടാൽ മതി. കായം ഉലുവയൊക്കെ ഇട്ടാൽ ഒരു ടേസ്റ്റ് വരും. പിന്നെ നമുക്ക് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് നമുക്ക് അതിനെന്താ ഉപയോഗത്തിനൊക്കെയാണെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. അല്ലാതെ അതിൽ വെളിച്ചെണ്ണയൊന്നും ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. അത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അത് നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മാങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. 2 മാങ്ങ ഞാൻ അതിന് ശേഷം ഇട്ടത്. അപ്പോൾ അത് പച്ച കളറായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അതെടുത്ത് മാറ്റിയതാണ് കേട്ടോ. ഞാൻ അതിൽ മാത്രമേ തൊട്ടിട്ടുള്ളൂ, അല്ലാതെ വേറെ എവിടെയും തൊട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് ഇനിയും മാങ്ങ ഇടാനുണ്ട്. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിൽ വെക്കും. ഇത് ഈ മുളക് കൂട്ട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേതിന് ആവശ്യത്തിനുള്ള ആക്കി കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ അടുത്ത മാങ്ങ ഇനിയിപ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് വീണ്ടും ഇങ്ങനെ ചുളിവ് വന്നാൽ മതി. ചുളിവ് വന്നാൽ ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. അത് ചുളിവ് വന്നിട്ട് പിന്നെ നമ്മൾ വെക്കരുത്. കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് എഴുതി വെക്കുകയാണെങ്കിൽ കറുത്ത കളറാവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. ആ ഒരു മഞ്ഞ മരത്തൊരു കളർ വരും. അപ്പോൾ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. കടുമാങ്ങ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ, എല്ലാവർക്കും കടുമാങ്ങ ഇഷ്ടമാണ്. ഇവിടെ കടുമാങ്ങയ്ക്ക് അടിപിടിയാണ്. ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ അനിയത്തിമാരൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ കൊടുക്കും ഞാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും കടുമാങ്ങ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഒരു കടുമാങ്ങ മോര് കറിക്കാണെങ്കിലും അല്ലെങ്കിൽ ചക്കക്കുരു, മുരിങ്ങക്കായ, മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു കടുമാങ്ങ ഇത്തിരി അതിൻ്റെ ചാറും ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാൻ ഒരു പപ്പടമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അത്രയും ടേസ്റ്റാണ് ഇതിന്. കയ്യിൽ പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ. പിന്നെ ഞാനിതേപ്പോൾ ഒത്തിരി മാങ്ങയും കൂടി ഇന്ന് പൊട്ടിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് ടിഷ്യൂവിൽ വെച്ചേക്കുക കേട്ടോ. ടിഷ്യൂ ഇട്ടിട്ട് തുടച്ച് വെച്ചേക്കുക. ഇനി ഇതിലിപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മാങ്ങിയിടും, പിന്നെ ഉപ്പിടും. കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാങ്ങിയിടും. ഇതേ ഇങ്ങനെ മാങ്ങിയിടും. ഇനി അതിൻ്റെ മീത് ഉപ്പിടും, പിന്നെയും കുറച്ച് മാങ്ങിയിടും. അങ്ങനെ കുപ്പി ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ എടുത്ത് വയ്ക്കാം. അപ്പോൾ എന്നിട്ട് അത് 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, എന്തായാലും ഒരാഴ്ചയിലും കൂടുതൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും തന്നെ അത് നിറച്ച് ചുളിവായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.